ഞാൻ ഈ തയ്യൽ ജോലിയായിട്ട് ബാംഗ്ലൂർ പോയായിരുന്നു. 15 വയസ്സ് 16 വയസ്സാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ? എനിക്ക് 5ാം ക്ലാസ് വരെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തയ്യൽ ജോലിയിലേക്ക് തന്നെ പോയി. ആ സമയത്ത് തയ്യൽ ജോലി കയറി. പഠിത്തമൊന്നും തലയിൽ കയറാത്തോണ്ട് അപ്പൻ തയ്യലിന് കൊണ്ട് വിട്ടു. അങ്ങനെ തയ്യൽ ജോലിയായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ ചെന്നൈ പോയി ബാംഗ്ലൂർ വന്നു. അങ്ങനെ ബാംഗ്ലൂർ ഇരുന്ന സമയത്താണ് വളരെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു 20 വയസ്സ് കാണും. ആ സമയത്ത് ഇവള് വിളിച്ചോണ്ടാ വന്ന അവിടെ നിന്ന്. അതെ, വലിയ പ്രശ്നമൊക്കെ ആയി. ഇവര് വീട്ടുകാരെല്ലാം കേരളവും തമ്മിലുള്ള പ്രശ്നമായി. ഇവര് വീട്ടുകാരെ അന്വേഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങള് കുറച്ച് മാറി ഒളിച്ചിരിക്കായിരുന്നു. അവിടെ പോലീസ് കേസൊക്കെ ആയി. ഇവരെ അമ്മാമ്പള്ളി ഒരാൾ പോലീസായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാം ലിസ്റ്റ് എടുത്ത് വീടൊക്കെ കയറി ഇവരെല്ലാ വീടുകളും സ്വന്തക്കാരുടെ വീടൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അവര് കണ്ടെത്തിയില്ല, തിരിച്ചുപോയി. പിന്നെ ഇവള് അറിയാണ്ട് എൻ്റെ കൂടെ വന്ന്. നമ്മളെ കാണുമ്പോൾ ഭയങ്കര നീറ്റാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ അറിയണം നമ്മൾ ചെറുപ്പം തൊട്ടേ കള്ളടിക്ക് ശീലമായ ആളാ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര കള്ളുകൂടിയാണ്. പണി ചെയ്യുന്നുണ്ട്. ഉണ്ട്, അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മദ്യപാനത്തിന് ഒരു അഡിക്റ്റായി ആളാന്നുള്ളത് മനസ്സിലാക്കിയാലും പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആള് പെട്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആള് കൂലിപ്പണിക്ക് പോകേണ്ട വന്നു. ഇവിടെ വന്നിട്ട് പോകേണ്ട വന്നു. അപ്പൊ ഈ ആള് പോകുന്ന സമയത്ത് വീട്ടുകാരുമായിട്ട് ഒന്നും ഫോൺ കാര്യങ്ങളൊന്നും ഇല്ല. അവരായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പൊ ഇങ്ങനെ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ നാട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് എന്നെ പ്രാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആള് കാണാനും ഭയങ്കര സ്റ്റൈലാന്ന്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പെട്ടുപോയി വേണ്ടായിരുന്നു എന്നൊരു തോന്നലൊക്കെ ആ സമയത്ത്. ഭർത്താവ് ഇങ്ങനെ മദ്യപാനായിട്ട് പോകുന്നു. ഒത്തിരി കഷ്ടത്തോടു കൂടിയാണ് നമ്മൾ പോയത്. ആ വന്ന സമയത്ത് ഭാഷയൊന്നും അറിയില്ലല്ലോ. അല്ല, കുറെ കഷ്ടപ്പെട്ടു അല്ലേ? ഇവരുടെ പേരൻസുമായിട്ടും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഒന്ന് മാനേജ് ചെയ്ത് പോയി. ഞങ്ങൾ ആദ്യം ഇവിടെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സംഭവം നടന്നു വെച്ചാൽ, വീട്ടിലേക്ക് വരുമ്പോൾ ഞാനും പോയിട്ട് വർഷങ്ങളായി വീട്ടിൽ നിന്ന് പോയിട്ട്. അപ്പൊ ഞാനും ഇവളും വന്ന് വീട്ടിൽ രാത്രി ഒരു 2 മണി കാണുന്ന എനിക്ക് വന്നത്. ഞാനിങ്ങനെ വാതിൽ മുട്ടിക്കഴിഞ്ഞപ്പം അമ്മ ഓർത്തു മൂത്ത ചേട്ടൻ ഈ ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ക്ലബ്ബിൽ പോയിട്ട് അവൻ വന്നായിരിക്കും വാതിൽ മുട്ടുന്നത്. വഴക്ക് പറഞ്ഞുകൊണ്ടൊന്ന് വാതിൽ തുറന്നപ്പോൾ എന്നെ കണ്ടോണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അകത്തേക്ക് പോയി. ഇവള് ബാഗൊക്കെ ആയിട്ട് ഇവള് വീടിന്റെ പുറത്ത് സൈഡിൽ നിർത്തിയിട്ട് അതിനകത്ത് കയറിപ്പോയി. കണ്ടിട്ടില്ല. അപ്പൊ വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അപ്പനും എല്ലാവരും എണിച്ചു വന്നു. എല്ലാവരും കരച്ചില്ല. ഞാൻ വർഷങ്ങൾ കഴിഞ്ഞാൽ എന്നെ കാണുന്നത്. ഞാൻ ഈ വാതിലിന്റെ അടുത്ത് തന്നെ പോയി നിൽക്കുക. അപ്പൊ അമ്മ ഓർത്ത് ഇവൻ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി ഓടാനായിരിക്കും ഇവന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് വാതിലടച്ചു. ഞാൻ പറഞ്ഞു ബാഗ് പുറത്തിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ചെന്ന് എൻ്റെ ചേട്ടൻ ഈ ബാഗ് എടുത്തു. ഇവളെ കണ്ടിട്ട് ബാഗ് വെച്ചിട്ട് ഇവനകത്ത് വന്നു. അടുത്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്നാണെന്ന് ചോദിച്ചാൽ അവനൊന്നും മിണ്ടില്ല. അപ്പോൾ അനിയൻപുള്ളി വന്നിട്ട് ബാഗ് എടുത്തിട്ട് ഇവളെ കണ്ടിട്ട് അവനും വെച്ചിട്ട് അകത്തേക്ക് വന്നു. ഇതെൻ്റെ ബാഗ് എടുക്കാത്തെന്ന് പറഞ്ഞാൽ അമ്മ പോയി എത്തി നോക്കിയപ്പോൾ ഇവള് വെക്കുക. അമ്മ അകത്ത് വന്ന് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. അപ്പൻ കരഞ്ഞുകൊണ്ടിരുന്ന ആള് എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് അകത്തേക്ക് വിളിച്ചു. അന്ന് അപ്പൻ ഒരു ബുദ്ധി ചെയ്തത് എന്താ പറഞ്ഞാൽ അപ്പൻ ചോദിച്ചു, അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര ദൂരത്ത് അവർ വരില്ല എന്നുള്ള രീതിയിൽ വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൻ പെട്ടെന്ന് ഇനി ഇവിടെ നിൽക്കണ്ട. ആ രാത്രി 2 മണിക്ക് തന്നെ ഞങ്ങൾ രണ്ടും നടത്തി വിളിച്ചുകൊണ്ട് നേരെ പാലമ്പൂപ്പാറ എന്ന് പറയും ഞങ്ങളുടെ ടൗണിൽ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ വരും. അവിടെ ചെന്ന് ഒരു ജീപ്പ് വിളിച്ച് ഞങ്ങളുടെ ഒരു അമ്മാവനുണ്ട് സൂര്യനെല്ല്, അവരുടെ വീട്ടിൽ കൊണ്ട് രാത്രി തന്നെ വിട്ടിട്ട് ആൾ തിരിച്ചു വന്നു. ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോലീസും എല്ലാവരായിട്ട് ഇവർ വീട്ടുകാർ വന്നു. ഇവർക്ക് പ്രായമായിട്ടില്ല. അന്ന് പിടിച്ചാൽ നമ്മൾ അകത്ത് പോകേണ്ട ഒരു ഇതായിരുന്നു. വന്ന് ഇവരെല്ലാം അന്വേഷിച്ച് നോക്കി ആളെ കിട്ടിയില്ല. അപ്പം സ്റ്റേഷനിൽ ചെന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ ഇവരുടെ കൂടെ മദ്രാസിലേക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം നാട്ടുകാർ മൊത്തം കൂടി ഈ കർണാടകയിൽ നിന്ന് ഇങ്ങനെ പോലീസുകാർ വന്ന് വീടെല്ലാം അരിച്ചു പറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ പോലീസും ഉണ്ട്, ആൾക്കാരെല്ലാം കൂടി. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് നാട്ടുകാർ. അങ്ങനെ വിടാൻ പറ്റില്ല, ഇവിടെ നിന്ന് 2 പോലീസ് പോയാൽ വേണമെങ്കിൽ വിടാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവർ മദ്രാസൊക്കെ പോയി. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. നമുക്കത് അന്നത്തെ ഇതിൽ ചെയ്തു പോയി, തെറ്റാണ്. അങ്ങനെ ഒരുപാട് അവർ തപ്പാത്ത സ്ഥലങ്ങളില്ല. അപ്പം അവർ ചേട്ടൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചേട്ടൻ പറയാം, നിങ്ങളുടെ ചേട്ടനെ പറഞ്ഞു വിടാത്തത് നല്ലതാണ്, ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ ഇടയ്ക്ക് വെച്ച് തട്ടിക്കളഞ്ഞിരുന്നു. അവർക്ക് അത്ര വാശിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ജീവിതം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കള്ളുകൂടിയും ഇവള് ഈ പണിക്ക് പോയിട്ട് വരും, ഈ പണിക്ക് കൊണ്ടുപോയി വരുന്ന പൈസയും മേടിച്ച് കള്ളുകുടിച്ചത്. ഈ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് കുറച്ച് നാളെങ്കിലും ഒന്ന് ശാന്തമായിട്ട് പോയായിരുന്നോ?
ഇത് മദ്യപാനമൊന്നും ഇല്ലാതെ അതോ? മദ്യപാനം ഇല്ലാണ്ട് പോയിട്ടില്ല അച്ഛാ. തുടക്കത്തിൽ കുറച്ചായിരിക്കും, അറിയാത്ത രീതിക്കായിരിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പം അത് അങ്ങനെ അറിയുന്ന രീതിക്ക് തന്നെ. ചെറുപ്രായത്തിലെ കുറെ ക്രൈസിസിലൂടെ, അതന്നെ, ഒരു പ്രണയത്തിന്റെ പുറകെ പോയിട്ട് കുറെ ക്രൈസിസിലൂടെ കടന്ന്, ഇത് ഈ കാലഘട്ടത്തിൽ ഒരു വളരെ റെലവൻ്റ് ആയൊരു ടോപ്പിക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പിള്ളേര് ഇടം വലം നോക്കാതെ പ്രണയം എന്നൊരു ഇമോഷന്റെ പുറകിൽ തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്റ്റോറി കേൾക്കുന്നവർക്ക് അതൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ മാറി നിങ്ങൾ ഈ പറയുന്ന അമ്മാവൻ്റെ വീട്ടിൽ അല്ലേ? അവിടെ ആയിരുന്നു. ഓക്കെ. അവിടെ ഒരു വർഷം അടുപ്പിച്ച് അവിടെ ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു, തയ്യൽ കട തുടങ്ങി. പൂപ്പാറ ടൗണിൽ തന്നെ ന്യൂ ബോംബെ എന്ന് പറഞ്ഞൊരു കട, ഭയങ്കര ഫേമസ് കടയാണ്. ഞാൻ നല്ലോണം സ്റ്റിച്ച് ചെയ്യും. പണി ഇഷ്ടം പോലെ വരും. എന്നെ കൊണ്ട് തയ്പ്പിക്കാൻ വേണ്ടി എനിക്ക് കള്ളും മേടിച്ചു കൊടുത്ത് തയ്പ്പിക്കും. അങ്ങനത്തെ ഒരു പണി. ഇവള് ഉണ്ടാക്കുന്ന പൈസയും മേടിച്ച് ഞാൻ ചെലവാക്കും. അങ്ങനെ ആദ്യത്തെ കൊച്ച് ജനിച്ചു. അതെല്ലാം വീട്ടുകാരെ നോക്കണത്, ആശുപത്രി കൊണ്ടുപോക്കും കാര്യങ്ങളെല്ലാം അപ്പനും അമ്മയും ഇവിടെ നല്ലോണം നോക്കി. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ മനസ്സിലൊരു ഓർമ്മ വെക്കണം, ഇപ്പം ഈ സിസ്റ്റർ ആയിട്ടിരിക്കുന്ന കൊച്ച്. ആ സമയത്ത് തിരിച്ചു പോകാനായിട്ട് തോന്നിയോ? ഇത്രയും അപ്പോഴങ്ങനെ തോന്നിയില്ല. നമ്മൾ എവിടെ പോകേണ്ടതിനുള്ള പോകാൻ വേറെ വഴിയില്ല. അവിടെ നിന്ന് ഇന്നത്തെ കാലം ഒരു പക്ഷെ നമ്മൾ മാറി ചിന്തിക്കും, പക്ഷെ അന്ന് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. എന്താ വെച്ചാൽ അന്ന് നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ഇല്ല. അന്ന് അടുപ്പൊക്കെ വിറക് വെച്ച് കത്തിക്കണം. ഇവരുടെ വീട്ടിലൊക്കെ അന്ന് തന്നെ ഗ്യാസും എല്ലാം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ സിറ്റി തന്നെ അവർ, ജയനഗറിലെ ഒരു വീട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മുടെ വീട്ടിലെല്ലാം അങ്ങനെ എത്തിയിട്ടില്ല. TV പോലും ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാനിങ്ങനെ കള്ളു കുടിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ഓർമ്മ, ഈ സിസ്റ്റർ വെച്ച് ഒരു ജനിച്ച് 3 മാസം 4 മാസം ആയി കാണുന്ന തോന്നണം. അപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് ഞങ്ങൾ കിടക്കണം. അപ്പോൾ ഈ ഞാൻ കള്ളടിച്ച് കട്ടിലേ കിടക്കുക, ഇവളും കൊച്ചും താഴെ കിടക്കുക. രാത്രി ഒരു 1-2 മണി കാണുന്ന തോന്നണം. നല്ല മഴയും കാറ്റുമുള്ള സമയം. ആ സമയത്ത് ഞാൻ ഈ കൊച്ചിൻ്റെ മേത്തേക്ക് ഛർദ്ദിക്കുക. അപ്പോൾ ഇവള് കരഞ്ഞുകൊണ്ട് എണിച്ച് വിറക് വെച്ച് തീ എത്തിച്ച് വെള്ളം ചൂടാക്കി ഈ കൊച്ചിനെ കുളിപ്പിക്കാം. നമ്മുടെ മനസ്സിൽ അതൊരു കുറ്റബോധമായിട്ടോ നമ്മളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് ചിന്തയൊന്നും അന്നില്ല. ഇല്ല. ആ ഒരു സമയത്ത് ഒരു ചെറിയ വിഷമം വരുന്നല്ലാണ്ട് പിന്നീട് അതിനെക്കുറിച്ച് അങ്ങനെ വലിയതായിട്ട് ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇരുണ്ട ഒരു ജീവിതത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എനിക്കൊരു 70,000 രൂപ കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടയിൽ വന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ അമ്മ ധ്യാനത്തിന് പോയിട്ട് വന്ന കഥകളൊക്കെ വീട്ടിൽ വന്ന് പറയും. അപ്പം സമയത്ത് ഭക്ഷണം കിട്ടും, ചായ കിട്ടും. അപ്പോൾ എൻ്റെ മൈൻഡിൽ അന്ന് ചിന്തിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാനത്തിന് പോയി നമ്മൾ രക്ഷപ്പെടും, നന്നാകും, അങ്ങനെയുള്ള ചിന്തയല്ല. നമ്മളവിടെ ഒരാഴ്ചക്ക് ആരും ശല്യം ചെയ്യാൻ എല്ലാം കിട്ടും, സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഈ പൈസ കൊടുക്കേണ്ട ആൾക്കാരുടെ ശല്യം ഇല്ലാണ്ടിരിക്കാലോ എന്ന് ഓർത്ത്, അങ്ങനെ ഓർത്ത് ആദ്യമായിട്ട് ധ്യാനത്തിന് വരണം. ഇവിടെ ഡിവൈനില്. അപ്പൊ അങ്ങനെ ധ്യാനത്തിലേക്ക് വന്നു വെച്ചാൽ ഞങ്ങൾ രണ്ടും ഒന്നിച്ചാ ധ്യാനത്തിന് വരണം. അപ്പൊ ധ്യാനത്തിന് വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അന്ന് അവിടെ STD ബൂത്തൊക്കെ ഉള്ളത്. വേറെ ഒരാളായിട്ട് പരിചയമുണ്ടായത് തന്നെയാണോ? ആരെങ്കിലും കൊണ്ടുവന്നാണോ ധ്യാനത്തിന്? ഞങ്ങൾ തന്നെ ഈ കടബാധ്യത ഉള്ളതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് മാറി വെക്കാന്നുള്ള ചിന്തയിലാണ് വരുന്നത്. കൊച്ചുണ്ട് കൂടെ. അപ്പൊ അങ്ങനെ വന്നിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പം 2-3 ദിവസമാണെന്നാണ് തോന്നണേ. അപ്പൊ ഈ കാലയിലൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഭാര്യയും ഭർത്താവും. അപ്പൊ ഞാൻ ഈ കാലെ പിടിച്ചു കഴിഞ്ഞപ്പോ എന്റെ തെറ്റ്, ഇവൾക്ക് എതിരായിട്ട് ഞാൻ ചെയ്തതെല്ലാം ഓർമ്മയിലേക്ക് വന്നു. അവിടെ അച്ഛൻ വിളിച്ചു പറയണതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ നല്ലൊരു എന്താ പറഞ്ഞാൽ ഇവളുടെ കാലെ പിടിച്ച് കരഞ്ഞ് ഞാൻ മാപ്പ് വെച്ച് പിന്നെ നമുക്ക് നമ്മുടെ വിൻസെന്റ് സഭയുടെ ഒരു ധ്യാന രീതിയാണ് പോപ്പുലർ മിഷൻ ധ്യാനം. ഇടവകൾ തോറും വിൻസെന്റ് പോൾ തുടങ്ങിയതാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ശുശ്രൂഷയാണിത്. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം മുഖത്തോട് മുഖം തിരിച്ചു നിർത്തി ധ്യാനപൂർവ്വം ഇങ്ങനെ പറഞ്ഞു പോയി. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ടല്ലോ. അച്ഛനായിട്ട് ജീവിക്കുമ്പോൾ അച്ഛൻ്റെതായ കുറവുണ്ട്, ഭാര്യയും ഭർത്താവോട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പരസ്പരം ജീവിത പങ്കാളിയുടെ കാല് പിടിച്ചൊന്ന് മാപ്പി ചോദിക്കുന്നതും ജീവിത പങ്കാളിയുടെ അനുഗ്രഹം മേടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയാണ് സത്യത്തിൽ. പിന്നീട് അത് പോപ്പുലർ മിഷനിൽ നിന്ന് ധ്യാനമന്ത്രത്തിലേക്ക് കയറി വന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഒരു സാക്ഷിയാണ്. അത് സത്യത്തിൽ വലിയൊരു മാനസാന്തരമായിരുന്നു വെച്ചാൽ. ആ കാല് പിടിച്ച് ഞാൻ ആ മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ തീരുമാനങ്ങൾ എടുത്തു. ഇനി നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കണം, നല്ല രീതിക്ക് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അങ്ങോട്ട് വന്നു.
ഓക്കെ. വന്നിട്ട് പിന്നെ ആ ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പ്രശ്നങ്ങൾ കൂടും എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് പ്രശ്നം കൂടുന്നതല്ല, നമ്മളെ ആ സമയത്ത് ധ്യാനം കൂടുമ്പോ ഈ മലയാളമൊക്കെ ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? ധ്യാനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ. നിങ്ങൾ ഇത് ഏത് വർഷമൊക്കെ ആയിട്ട് വരും ഏകദേശം ഈ ധ്യാനം കൂടിയ സമയം എന്നൊക്കെ പറയുമ്പോൾ? 3 പിള്ളേരും കൂടി ജനിച്ച പിന്നെയാണ് 2004, 2005. 2004-2005. ഓക്കെ. ആ സമയത്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി വെച്ചാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം രാത്രി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ആരെങ്കിലും ഇങ്ങനെ അമർത്തണ പോലെ തോന്നും. ഒച്ചയിടാന്ന് ഓർത്താൽ ഒച്ചയിടാൻ പറ്റില്ല. വൈഫൈ എടുപ്പിക്കാന്ന് വെച്ചാൽ കൈ പൊക്കാൻ പറ്റില്ല. ഇങ്ങനെ അറസ്റ്റ് ആയതുപോലെ കുറച്ച് മിനിറ്റ് ആണ്, പിന്നെ നമ്മൾ അത് വിടും. ഞാൻ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇത് മണിക്കൂർ കണക്കിൽ നീളാൻ തുടങ്ങി രാത്രിയിൽ. ഓ, ഇങ്ങനെ രാവിലെ വരെ ചിലപ്പോൾ ഈ പ്രശ്നം. ഇവിടെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ മദ്യപാനം നിർത്തുന്നു എന്ന് തീരുമാനം എടുത്താ പോയത്. ഓക്കെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ പരസ്പരം ഇങ്ങനെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നി ആഗ്രഹങ്ങളാണ്. ഓക്കെ. കള്ളുകൂടിയൊക്കെ നിർത്തണം, നല്ല രീതിയിൽ കുടുംബം നോക്കണം. ഓക്കെ. അങ്ങനെയൊക്കെ നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടിയ ആദ്യത്തെ ധ്യാനം ആണല്ലേ? ആ ധ്യാനത്തിൽ അങ്ങനെ നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായി? വലിയ ദൈവാനുഭവം ഉണ്ടായിന്ന് പറയാം. ഓക്കെ. ഇവിടെ നിന്ന് പോകുമ്പോൾ ടോട്ടൽ പുതിയൊരു മനുഷ്യനായിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥന ജീവിതത്തിൽ രാത്രി പ്രാർത്ഥിക്കും 1 മണിക്കൂർ, രാവിലെ പ്രാർത്ഥിക്കും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം ഇങ്ങനെ ഒരു വ്യാഴാഴ്ച രാത്രി എൻ്റെ, അത് വിശ്വസിക്കാന്നറിയില്ല, എൻ്റെ ചങ്കത്ത് ഒരു പൊക്കം കുറഞ്ഞൊരു കുട്ടിപ്പിശാച് ഇരുന്ന് എന്നെ കർണക്കുട്ടിയിട്ട് അടിക്കണ പോലെ തോന്നുക. ഞാൻ ഒച്ചയിടുന്നുണ്ട്, ഇവർക്ക് കേൾക്കുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല. കുറേ കഷ്ടപ്പെട്ട് എണിച്ച് നെറ്റി കുരിശൊക്കെ വരച്ചിരുന്നു. പിന്നെ ഞാൻ അന്ന് ഉറങ്ങിയില്ല. അപ്പൊ രാവിലെ വരെ ഉറങ്ങാണ്ടിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നി, ഇവിടെ കേട്ടതാ ഈ ചില പിശാച് പോണെങ്കിൽ ഉപവാസം പ്രാർത്ഥനയും വേണമെന്നുള്ളത് എനിക്ക്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉപവാസമാണ്. അപ്പൊ ഞാൻ രാവിലെ അമ്മയോട് ഇവളോട് പറഞ്ഞു ഞാൻ ഉപവസിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും അന്ന് പണിക്ക് പോയില്ല, കട്ട് ചെയ്തത്. ഞാൻ തയ്യക്കടയിൽ പോയി. അവിടെ കടയിൽ പോയിട്ട് യേശുവേ സ്വതന്ത്ര, യേശുവേ നന്ദി എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവർ ഒരു ഓണസദ്യ പോലെ എനിക്ക് റെഡിയാക്കി വെച്ചേക്കായിരുന്നു ഭക്ഷണമൊക്കെ. അപ്പൊ ഞാൻ തന്നെ ഒരു മൊന്തയിൽ വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിക്കാം, ഇത് യേശുവിന്റെ രക്തമായി മാറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ വെള്ളം വീട് അകത്തും പുറത്തൊക്കെ തെളിച്ചിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്വസ്ഥമായ ഉറക്കം. അപ്പൊ എനിക്ക് ഒരു ഭയങ്കര വിശ്വാസം വന്നു, ഈ ഉപവാസത്തില് ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കും. ഈ ഉപവാസത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ അമ്മയും ഇവളും ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും എനിക്ക് വേണ്ടി. വെള്ളി ചൊവ്വ ആ സമയത്ത് അങ്ങനെ ഉപവസിക്കായിരുന്നു. പിന്നെ ഇവള് ഈ നമുക്ക് രാജകുമാരില് മാതാവിന്റെ പള്ളിയുണ്ട്, രാജകുമാരി മാതാവിന്റെ പള്ളി. അവിടെ എല്ലാ 8 നോയമ്പിനും ഇവള് കൂലിപ്പണിക്ക് പോയിട്ട് വന്ന് ഈ 3 പിള്ളേരും കുളിപ്പിച്ച് റെഡിയാക്കി വൈകുന്നേരം ഒരു 6 മണി കുർബാനയ്ക്ക് എല്ലാ ഒരു കുർബാന. ജനിച്ചത് ക്രിസ്ത്യൻ ഫാമിലിയിലാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ക്രിസ്തുവിനെ അറിയണതും മനസ്സിലാക്കുന്നതൊക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ ഇവളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും ഞാൻ ഇത് മാറിയെന്ന എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഈ ഉപവാസം തുടങ്ങി വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എപ്പോഴാണ് വീട്ടിൽ വരുന്നത് അപ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ, വെള്ളം കുടിക്കുള്ളൂ. അതുവരെ മനസ്സിൽ യേശുവേ സ്വതന്ത്രം, യേശുവേ നന്ദി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം അതിനൊക്കെ രാവിലെ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക, എൻ്റെ ഈശോയെ, എൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണിക്കാരാണ്, ഞാനൊരു സാധാരണ തയ്യക്കാരനാണ്, എന്നെ വലിയ വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് ഇരുത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് ഒരു ബാങ്കിലെ മാനേജരെ കാണാനോ അല്ല പോലീസിനെ ഇവരൊക്കെ കാണുമ്പോൾ ഒരു പേടി, ഒരു അസ്വസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്നാ തോന്നണത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൂട്ടുകാരനാണ് വിൽസെന്റ് എന്ന് പറഞ്ഞ്, വിൽസെന്റ് വന്നിട്ട് പറഞ്ഞു, എടാ ഇവിടെ കിറ്റാച്ചി JCP വെച്ചിരുന്ന മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. പുള്ളി ഇപ്പൊ ഇവിടെ നിന്ന് പെരുമ്പാവൂർ പോയി, ഇവിടെ വണ്ടിയില്ല, നമ്മൾ വാടകയ്ക്ക് കൊണ്ടുവന്നാൽ ഈ വണ്ടി നല്ലോണം ഓടും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് മധുരയിൽ നിന്ന് ഒരു JCB വാടകയ്ക്ക് കൊണ്ടുവന്ന് ഓടാൻ തുടങ്ങി. അത് 1 വണ്ടിയായി 2 വണ്ടിയായി. അപ്പം ദൈവം വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നെ. ബൈബിൾ വായന രാത്രി ഞാൻ ബൈബിൾ എടുത്ത് ഒരു 8 മണിക്കൊക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ 3-3:30 വരെ വായിക്കും.
ഉറങ്ങാതിരുന്നു. കൊതിയാ എന്ന് പറഞ്ഞാൽ അടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അത് സ്വന്തം ഇഷ്ടമാണോ ദൈവം തന്നൊരു ആഗ്രഹമായിട്ട്, ദൈവം തന്നൊരു അനുഗ്രഹമായിട്ട് കരുതുന്നത് തന്നെ? ദൈവം തന്ന വലിയൊരു അനുഗ്രഹം, തീർച്ചയായിട്ടും. വചനം, കാരണം അത് നമ്മുടെ മാനുഷികമായ കഴിവുകൊണ്ട് അങ്ങനെ 8 മണി തൊട്ട് രാവിലെ വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് വചനം വായിക്കാൻ പറ്റില്ല. ദൈവം ഒരു പ്രത്യേക കൃപ തരണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ വായിക്കാൻ ഭയങ്കര കൊതിയാണ്. ഓക്കെ, അങ്ങനെ ബൈബിൾ വായിക്കും. രാവിലെ 1.5 മണിക്കൂർ മുട്ടുകുത്തും, രാത്രി അതുപോലെ. എപ്പോഴും യേശുവേ സോദര യേശുവേ നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കും. ഒരു തെറി പറയില്ല. എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. പറഞ്ഞാൽ വണ്ടികൾ കൂടി. പിന്നെ എൻ്റെ കൂട്ടുകാരൻ കുഴക്കണ്ടർ വണ്ടിയായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ JCB കിറ്റാച്ചിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വണ്ടി ഓടിക്കഴിഞ്ഞാൽ, അന്ന് എനിക്കൊരു JCB ഓടിക്കഴിഞ്ഞാൽ 250-300 മണിക്കൂറിന് കിട്ടും. ഹിറ്റാച്ചി ഓടിയാൽ അതുപോലെ 300-400 ഒക്കെ കിട്ടും. വാടക കൊടുക്കാനുള്ള കഴിഞ്ഞിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടണം മാത്രം കിട്ടും. ആ 10 മണിക്കൂർ ഓടിയാൽ നമുക്ക് 3000-4000 രൂപ കിട്ടും. അങ്ങനെ വരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം വലിയ വരുമാനമായി മാറി. പിന്നെ ആദ്യമായിട്ട് ഞാനൊരു ബൈക്ക് മേടിച്ചു, പിന്നെ ഒരു ജീപ്പ് മേടിച്ചു. പിന്നെ നമ്മൾ വേറൊരു ലെവലിലേക്ക് അങ്ങോട്ട് കയറി. അപ്പം നമ്മുടെ നാട്ടുകാരും എല്ലാവരും വന്നിട്ട് ഇവനെന്താ കള്ളക്കടത്ത് പരിപാടി എന്തെങ്കിലും ചെയ്യുകയാണെന്ന് ചിന്തിക്കാൻ പാകത്തിനുള്ള അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ വണ്ടികൾ കൂടി, ബിസിനസ് തിരക്ക് കൂടി. ദൈവം കയ്യിൽ നിന്ന് പോയി വന്നേരം. പ്രാർത്ഥന കുറഞ്ഞു. ഓക്കെ, ഇത് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും മനുഷ്യനെ ഒന്നും ഇല്ലാത്തപ്പോൾ അങ്ങേറ്റം ഒരു ആശ്രയം ഉണ്ടാകും. തിരക്കുകൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണ്. ഓക്കെ, തുടരാം. അങ്ങനെ പ്രാർത്ഥന പറയാൻ തുടങ്ങി. ഓക്കെ, ഈ 1.5 മണിക്കൂർ മുട്ടുകുത്ത് പരിപാടി എല്ലാം നിന്നു. വെള്ളിയാഴ്ച ഉപവാസമൊക്കെ നിന്നു. ആവശ്യത്തിന് പൈസയുണ്ട്. ജീവിതം വേറെ രീതിയിലേക്ക് അങ്ങനെ പോയി. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു വർക്ക് ചെയ്യണം. ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോറസ്റ്റ് ഓഫീസിൽ ഒരു ഫുള്ള് മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫുള്ളായിട്ട് രാത്രി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി. വർഷങ്ങളായി. അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് 2 പേരെ അവരേ ഉള്ളൂ, 3 ഗ്ലാസ് എടുത്ത് ഒഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നീ ഞങ്ങളെ കുടിപ്പിക്കാൻ വന്നേക്കാണ്, എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ശരി, ഒരു ചെറുത് കഴിച്ചേക്കാന്ന് ഓർത്ത് ഒരു ചെറുത് ആ കമ്പനി കൂടി. പിന്നെ ആ ടെൻഡൻസി വന്നു, കയറി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ വീഞ്ഞ് കുടിക്കുന്നത് തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ 2-3 കുപ്പി വീഞ്ഞ് മേടിച്ച് വയ്ക്കും. അത് കുടിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബീറായി മാറി. ഇങ്ങനെ ചെറിയ കൊണ്ടുവരുന്നു. ഓക്കെ, പിന്നെ അത് ബീറായി മാറി. പിന്നെ ബീറ് കഴിക്കാൻ തുടങ്ങി. ബീറ് 2, 3, 4 ഒക്കെ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുത്തം പറഞ്ഞു, എടാ ബീറൊക്കെ കുടിച്ചാൽ കിഡ്നി കംപ്ലൈൻറ്റ് വരുമെന്ന് പറഞ്ഞു. അതിന് പകരം ഒരു ക്വാർട്ടർ അടിച്ചാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഉപദേശം പിന്നെ ഞാനത് ഒരു ക്വാർട്ടർ മേടിച്ച് അറിയാണ്ട് വീട്ടിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പം പബ്ലിക്കായി. പിന്നെ രാഷ്ട്രീയക്കാരായി, പോലീസുകാരായി, ഫോറസ്റ്റുകാരായി. പൈസയുണ്ട്, ഈ ഫീൽഡ് അങ്ങനെയാണ്. അങ്ങനെ വന്ന് കൂടുതൽ കമ്പനിയിലേക്ക് പോയി. ഈ മാറ്റങ്ങളൊക്കെ ഭാര്യ എന്ന നിലയിൽ അടുത്ത് അറിയുന്നുണ്ട് അല്ലേ? അറിയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും പൈസ ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ നല്ലല്ലോ, ഞാൻ കുടിക്കണേ, ഞാൻ പണിയും, ഞാൻ കുടിക്കും. അങ്ങനെയാണ്. വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ട ഒരു ഭാഗ്യം തിരിച്ചു കിട്ടി, വീണ്ടും അത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ അല്ലേ? ആ സമയത്ത് ശാന്ത ചേച്ചി പ്രാർത്ഥന കാര്യങ്ങളൊക്കെ താല്പര്യമായിട്ടുണ്ട്. ചേട്ടൻ പള്ളിക്ക് വന്നില്ലല്ലോ, ഞാൻ 3 പിള്ളേർ വിളിച്ചോണ്ട് എല്ലാ ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോകും, പള്ളിക്ക് പോകും, കുർബാനയ്ക്കും പോകും, കുടുംബ കൂട്ടായ്മയ്ക്കും പോകും. ആളുടെ മനസ്സാന്തരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ? അതെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ചില സമയം 2 മണി 3 മണിക്കേ വീട്ടിൽ വരുള്ളൂ. വീട്ടിൽ വരുമ്പോൾ ഇവൾ ആ സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കരഞ്ഞ്. ഞാൻ പറഞ്ഞു, ഇവിടെ ആര് ചത്തുപോയെന്നാണ് നീ കരഞ്ഞുകൊണ്ടിരിക്കുക, മര്യാദയ്ക്ക് ഇറങ്ങിയ ചവിട്ട് വെച്ചതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വായിട്ട് പറയും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച പൈസ ഉണ്ടല്ലോ, എന്നെ ഭരിക്കാനൊന്നും വരരുതെന്ന് പറയും. അപ്പം ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് മാറി. മണിക്കൂറുകൾ നീണ്ട ദൈവവചനമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ ആഴ്ചയിലും ഉപവസിക്കുന്ന, അങ്ങനെ ആ ഒരു ആത്മീയതയുടെ ഒരു വലിയൊരു തലത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വളർച്ച, ഒരു താഴ്ചയിലേക്ക് വരാനായിട്ട് മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന അങ്ങനെ. നമുക്ക് ആർക്കും അഹങ്കരിക്കാനില്ല. നമ്മൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ താഴെ വീണു പോകാം.